നമസ്കാരം. കഴിഞ്ഞ തവണ 5 സീറ്റും നേടി ചെങ്കൊടി പാറിച്ച LDF ഇത്തവണ ഒരു വലിയ പരീക്ഷണത്തിന് ഒരുങ്ങേണ്ടി വരുമോ? മനോരമ ന്യൂസ് സീ വോട്ടർ മെഗാ ഇലക്ഷൻ സർവേ 2026 പുറത്തുവിട്ട കണക്കുകൾ സത്യമാണെങ്കിൽ കോട്ടയം ജില്ലയിൽ UDF ഒരു കിടിലൻ തിരിച്ചുവരവിന് ഒരുങ്ങുന്നു. ഇനി LDFന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ചിത്രമത്ര ശുഭകരമല്ല. 0 മുതൽ 2 സീറ്റുകളിൽ ഒതുങ്ങേണ്ടി വരുമെന്നാണ് സർവേ അനുമാനം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 സീറ്റുകൾ നേടി ജില്ലയിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ച ഇടതുമുന്നണിക്ക് ഇത്തവണ വെല്ലുവിളികൾ ഏറെയാണ്. LDFന് 34% വോട്ട് വിഹിതം നേടാനേ കഴിയൂ എന്നും സർവേ പറയുന്നു. എന്തായാലും ഇത് രാഷ്ട്രീയ നിരീക്ഷകരെ പോലും അമ്പരപ്പിക്കുന്ന കണക്കുകളാണ്. മനോരമ ന്യൂസ് വോട്ടർ മെഗാ ഇലക്ഷൻ പ്രകാരം കോട്ടയം ജില്ലയിൽ UDFനാണ് വൻ മുന്നേറ്റം. ജില്ലയിലെ ആകെ 9 നിയമസഭാ സീറ്റുകളിൽ 7 മുതൽ 9 വരെ സീറ്റുകളിൽ UDFന് വിജയസാധ്യത കൽപ്പിക്കുമ്പോൾ LDFന് 0 മുതൽ 2 സീറ്റുകളിൽ ഒതുങ്ങേണ്ടി വരുമെന്നാണ് സർവേ അനുമാനം. UDFന് 40% വോട്ട് വിഹിതം ലഭിക്കുമെന്നും LDFന് 34% വോട്ട് നേടാനേ കഴിയൂ എന്നും സർവേ പറയുന്നുണ്ട്. കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിൽ UDF 4 സീറ്റുകളും LDF 5 സീറ്റുകളും നേടിയിരുന്നു. എന്നാൽ ഇത്തവണ ഈ ബലാബലത്തിൽ കാര്യമായ മാറ്റം വരുമെന്നാണ് മനോരമ ന്യൂസ് വോട്ടർ സർവേ വ്യക്തമാക്കുന്നത്. NDAക്ക് 17% വോട്ട് വിഹിതം ലഭിക്കുമെങ്കിലും സീറ്റുകളൊന്നും നേടാൻ സാധ്യതയില്ല. മറ്റുള്ള കക്ഷികളും സ്വതന്ത്രരും ചേർന്ന് 9% വോട്ട് നേടിയേക്കാം. UDFും LDFും അല്ലാതെ മറ്റാർക്കും കോട്ടയം ജില്ലയിൽ ജയസാധ്യത സർവേ പ്രവചിക്കുന്നില്ല. പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന ഹോട്ട് സീറ്റുകളിൽ ഒന്നാണ് ചങ്ങനാശ്ശേരി. 2021 55,425 വോട്ടുകൾ നേടി കേരള കോൺഗ്രസ് എമ്മിലെ സിറ്റിംഗ് MLA ജോബ് മൈക്കിളാണ് ഇവിടെ വിജയിച്ചത്. UDF പിന്തുണയോടെ വിജയിച്ച VJ ലാലിയെ 6000-ൽ പരം വോട്ടുകൾക്കാണ് അന്ന് ജോബ് മൈക്കിൾ പരാജയപ്പെടുത്തിയത്. എന്നാൽ ഇത്തവണ ചങ്ങനാശ്ശേരി UDFിലേക്ക് ചാഞ്ഞേക്കാമെന്നാണ് സർവേ ഫലം. UDFന്റെ വിനു ജോബിനാണ് ഇവിടെ വിജയസാധ്യത കൽപ്പിക്കുന്നത്. LDFനായി സിറ്റിംഗ് MLA ജോബ് മൈക്കിളും BJPക്കായി B രാധാകൃഷ്ണ മേനോനും മത്സരിക്കുന്നുണ്ട്. പൂഞ്ഞാർ മണ്ഡലത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് സർവേ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ LDFനായി സിറ്റിംഗ് MLAയും കേരള കോൺഗ്രസ് എമ്മിലെ അംഗവുമായ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ കളത്തിലിറങ്ങുന്നു. അതേസമയം ഇടുക്കിയിലേക്ക് വന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് വ്യക്തമായ മുൻതൂക്കം പ്രവചിച്ച് മനോരമ ന്യൂസ് സീ വോട്ടേഴ്സ് പ്രീ പോൾ സർവേ ഫലം പുറത്തുവരുമ്പോൾ ആകെയുള്ള 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 2 മുതൽ 5 വരെ സീറ്റുകൾ UDF നേടിയേക്കാമെന്ന് സർവേ സൂചിപ്പിക്കുന്നു. അതേസമയം ഇടതുമുന്നണിക്ക് 0 മുതൽ 2 സീറ്റുകൾ വരെ മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ പ്രവചനം പറയുന്നു. NDAക്ക് ഇടുക്കിയിൽ ജയസാധ്യതയുള്ള മണ്ഡലങ്ങളില്ലെന്നും സർവേ വ്യക്തമാക്കുന്നുണ്ട്. വോട്ട് വിഹിതത്തിലും UDF ജില്ലയിൽ മികച്ച നിലയിലാണ്. അവർക്ക് 43% വോട്ട് ലഭിക്കുമെന്ന് സർവേ അനുമാനിക്കുമ്പോൾ LDFന്റെ വിഹിതം 35%. NDAക്ക് 13%, മറ്റു കക്ഷികൾക്കും സ്വതന്ത്രർക്കും ചേർന്ന് 9% വോട്ടും ലഭിക്കാൻ സാധ്യതയുണ്ട്. ജില്ലയിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊന്നായ ഇടുക്കിയിൽ സിറ്റിംഗ് MLAയും ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുമായ റോഷി അഗസ്റ്റിൻ കടുത്ത മത്സരത്തെ നേരിടുമെന്നും UDFനാണ് ഇവിടെ ജയസാധ്യതയെന്നും സർവേ പ്രവചിക്കുന്നുണ്ട്.